ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധേയമായി പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള മലയാളികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു യാത്രയാണ് കൈരളി പീപ്പിൾ വിജയരഥം. ഈ പ്രതിവാര പരിപാടിയിൽ കലാസാംസ്കാരിക, സാഹിത്യ, സിനിമ, ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യവസായ, വാണിജ്യ, രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും വീക്ഷണങ്ങളിലൂടെയും ഒരു യാത്രയാണ് വിജയരഥം. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിപണന മേഖലയിൽ പ്രവർത്തിച്ച് തന്റെ അനുഭവ സമ്പത്തുമായി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭ്രമാത്മകമായ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് വിവിധ പടവുകൾ നടന്നുകയറി ഇന്ന് തോഷിബ എന്ന ലോകോത്തര ബ്രാൻഡിന്റെ തലപ്പത്തെത്തി വിജയക്കൊടി പാറിച്ച ശ്രീ സന്തോഷ് വർഗീസ് വിജയരഥത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചെന്നൈയിൽ പഠിച്ചു വളർന്ന് കോയമ്പത്തൂരിലെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദവും പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന് MBAയും പൂർത്തിയാക്കി ഗോദ്രേജിൽ ഇലക്ട്രോണിക് ഉൽപ്പന്ന വിപണന വിഭാഗത്തിൽ തന്റെ കരിയർ ആരംഭിച്ച ശ്രീ സന്തോഷ് വർഗീസ് ഇന്ന് തോഷിബ എന്ന ലോകോത്തര ബ്രാൻഡിന്റെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് വിഭാഗം വൈസ് പ്രസിഡന്റാണ്. താൻ തിരഞ്ഞെടുത്ത തന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ ലോകത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ അപ്പോൾ തിരിച്ചറിയുകയും അതുൾക്കൊണ്ടുകൊണ്ട് തന്റെ മേഖലയെ നവീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ശ്രീ സന്തോഷ് വർഗീസ് ഈ വഴിയാത്രയും കടന്നു വന്നത്. വിജയരഥം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തോഷിബയുടെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക വൈസ് പ്രസിഡന്റ് സന്തോഷ് വർഗീസിനെയാണ്. നമസ്കാരം. നമുക്ക് സാറിൻ്റെ കുട്ടിക്കാലം മുതൽ പറഞ്ഞു തുടങ്ങാം. സ്കൂൾ വിദ്യാഭ്യാസം, പിന്നെ കോളേജ് വിദ്യാഭ്യാസം. ആക്ച്വലി ഞാൻ പറഞ്ഞ ഒരു ഹാർഡ് കോർ നോൺ റെസിഡൻറ്റ് കേരളമായിട്ടാണ്. ഞാൻ ജനിച്ചത് നാട്ടിലാണ്, ആലപ്പുഴയിലായിരുന്നു. പക്ഷെ പഠിച്ചതൊക്കെ ഞാൻ ചെന്നൈയിലായിരുന്നു. സ്കൂള് കേന്ദ്ര വിദ്യാലയ മീനമ്പാക്കം. എൻ്റെ പേരൻസ്, എൻ്റെ ഫാദർ ഇന്ത്യൻ എയർലൈൻസിൽ ജോലിയായിരുന്നു. അപ്പം എയർപോർട്ടിൻ്റെ അടുത്ത ഒരു സ്കൂളുണ്ടെന്ന്, സെൻട്രൽ സ്കൂൾ, അവിടെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ് ഞാൻ കോയമ്പത്തൂർ പോയി, കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോയമ്പത്തൂരിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് 4 വർഷത്തെ കോഴ്സായിരുന്നു, അത് ചെയ്തു. പിന്നെ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി ഗോദ്രേജ് ആൻഡ് ബോയ്സ് കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറായിട്ട് ഹൈദരാബാദിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ഫറായി ചെന്നൈയിൽ ബ്രാഞ്ച് മാനേജറായിട്ട് അവിടുത്തെ ഗോദ്രേജിൻ്റെ ഇലക്ട്രോണിക് ബിസിനസ് എക്യുപ്മെൻറ്റ് ബ്രാഞ്ച് മാനേജറായിട്ട് ട്രാൻസ്ഫറായി. പിന്നെ ഞാൻ ഗോട്ട് ഹെഡ് ഹണ്ടഡ്, ഇവിടെ ദുബായ് വന്നു. ഇവിടെ എമിറേറ്റ്സ് ടെക്നോളജി കമ്പനിയിൽ I joined as a business development manager. Avidana I joined Toshiba, and I joined Toshiba as a regional manager for the Gulf region. Today I am the vice president for Middle East and Africa. So I cover about 45 countries from here. So the Dubai office, Toshiba Dubai office is the regional headquarters for Middle East and Africa. And I have did an MBA in global management of global enterprises. It's from a consortium of colleges from IIM, Bocconi, UCLA in the US, and City University in Hong Kong. So it's a consortium of a very prestigious course which I've completed. മിഡിൽ ഈസ്റ്റിലാണല്ലോ സാറിൻ്റെ പ്രധാനമായിട്ട്, അതായത് UAE, ഖത്തർ, സൗദി അറേബ്യ. ഇവിടെയുള്ള ബിസിനസ്സിനെ കുറിച്ച് എന്താണ്? Middle East business is ഞങ്ങളുടെ headquarters ഇവിടെ Middle East in Africa.
So it's divided into 3 zones like GCC, the Gulf countries, പിന്നെ Levant, Africa region. It starts from north to South Africa. For Middle East നോക്കിയാൽ Gulf region നോക്കിയാൽ UAE and Saudi and Qatar, Kuwait are the big markets. So അതിൽ Saudi Arabia is the biggest market. We have about more than 45% market share in our digital products. UAE we also have more than 20-25% market share. So Toshiba as a brand is well known in the Middle East market because Toshiba has a reputation for good products, reliable products, quality products and great innovation for those products. So we are a top brand. The brand recall value is very high. So Toshiba is really a top brand in all the categories. We are there from small semiconductor, which is available in all your phones, to the nuclear technology. So we are a complete, big conglomerate having end-to-end solutions and technology. Toshiba products, എന്തുകൊണ്ട് കസ്റ്റമർ വാങ്ങിക്കണം? ഇപ്പം കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ടെക്നോളജി നോക്കും. Is it the good innovation? പുതിയ ടെക്നോളജി ആണോ എന്ന് നോക്കും. പിന്നെ നോക്കുന്നത് they want to have a quality product and reliable product. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ because of the price you buy the product. അതും പകുതി സമയം വർക്ക് ചെയ്തില്ലെങ്കിൽ there is no point. പകുതി സമയം നിങ്ങളുടെ പ്രോഡക്ട്സ് സർവീസ് സെൻറ്ററിലാണെങ്കിൽ there is no point. So you are looking for a trouble-free operation. A product with high reliability, good quality, good technology. അതാ കസ്റ്റമർ ആദ്യം നോക്കുന്നത്. So when they find that in Toshiba, because Toshiba is a Japanese technology, a Japanese reputation. So ഇതൊക്കെ നോക്കുമ്പോൾ Toshiba is an ideal product in any category. Toshiba പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാമോ? Toshiba എല്ലാ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് we had Toshiba TVs, home appliances, and ഈ മാർക്കറ്റിൽ വെൽ നോൺ ആയിരുന്നു Toshiba notebooks. So I was responsible for the Toshiba notebooks. We had almost 30% market share ഇവിടെ നോക്കുമ്പോൾ. Because Toshiba ആയിരുന്നു we were the pioneers in notebook computing. ഇപ്പോൾ എല്ലാവരും ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുമ്പം 1995 ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് came up with this idea, why don't we make mobile computing? So from 1985 until now, Toshiba has pioneered a lot of new technologies in the notebook space. So Alkar Arena Toshiba is notebook computers or TV. So we have a lot of new technologies Toshiba has come. Toshiba, they invest close to $3 billion per year as R&D. Appo pudiya product and pudiya technology, Toshiba keeps on innovating every year. Yeah. Sir, ഒരു 50ഓളം രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. ഈ 50 രാജ്യങ്ങളും തോഷിബയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യപ്പെടുന്നുണ്ട്. Of course. ഇപ്പോൾ ഞങ്ങളുടെ സ്ട്രാറ്റജി നോക്കിയാൽ ഇപ്പോൾ ഒരേ മാർക്കറ്റിൽ ഇരുന്നാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗ്രോ. ആ സ്ട്രാറ്റജി ഈസ് ടു ഗോ വൈഡ്, ഗോ ഡീപ്പ്. അപ്പോൾ ഇപ്പം വി ആർ ഓൾ സെറ്റ് ഇൻ UAE and Saudi, Qatar, in the GCC countries. Then we moved developing Levant. ഇപ്പോൾ Africa is a big continent. There are more than 40-50 countries there. So right from, we started with East Africa and South Africa, then we moved to North Africa, and we have developed the market there. ഞങ്ങളുടെ operation നോക്കിയാൽ it's an in-country operation. അവിടെ പോയി ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻറ്റ് ചെയ്യും, മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യും. അവിടുത്തെ ലോക്കൽ ഫിറ്റ് പ്രോഡക്ട്സ് ചിലപ്പം ടെക്നോളജി ഇച്ചിരി ഫൈൻ ട്യൂൺ ചെയ്യണം. അതുപോലെ ചെയ്തിട്ട് we really focus on each markets. സാറിൻ്റെ ബിസിനസ്സിൽ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഈ ബിസിനസ് നോക്കുമ്പോൾ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. For any working executive, family is very important because behind every successful person, the family plays a very vital role. So family has played a very important role, especially my wife. She is also postgraduate in engineering, M.Tech in electronics. But she sacrificed her career to take care of my 3 kids. I have 3 children. So അവരുടെ പഠിത്തം, അവരുടെ ഡേ ടു ഡേ ഇത് നോക്കുന്ന, she was very busy with that, while I was more focused in my career and developing the business. എനിക്ക് 3 കുട്ടികളുണ്ട്. I have 2 boys, 1 girl. മൂത്ത ആൾ is a son, his name is Vineet. പുള്ളി ഇപ്പം he is doing his undergraduate course in engineering in University of Washington in Seattle. ഇപ്പം 3rd year കഴിഞ്ഞു. ഇപ്പം പുള്ളി ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുക, ഗ്രാബ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇറ്റ്സ് ഈക്വലന്റ് ടു ഊബർ. പിന്നെ രണ്ടാമത്തെ മോള വിനീത, ഷീ ഈസ് ഓൾസോ സ്റ്റഡിങ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഇൻ Irvine for computer science. Elder son also doing computer science. She is finished the 1st year. പിന്നെ മൂന്നാമത്തെ ആൾ, his name is Vivian. He is studying here ഇവിടെ ദുബായ്, 10th standard ആയിപ്പം. കേരളത്തിലെ സാറിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? കേരള എല്ലാ വർഷവും പോകും. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് the month of May is the vacation time. When school അടയ്ക്കുമ്പം എല്ലാ വർഷം without fail I used to go. And that is the best part of my life. അല്ലേ, ആ കുട്ടിക്കാലത്തെ ഹോളിഡേ സീസൺ ഇൻ കേരള
especially it's a very interesting period where I really enjoyed the holidays. Every year I go twice a year to Kerala to see my parents, my relatives. സാറിൻ്റെ ഈ ബിസിനസ്സിൽ സാറിന് കിട്ടിയ അവാർഡുകൾ, അതായത് നമുക്ക് ഓരോരോ അവാർഡ് നമുക്ക് നമ്മളെ ഗ്രോ ചെയ്യാൻ വേണ്ടി ബിസിനസ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 20 years ആയി, ഈ ദുബായ് ബേസിക്കലി ഗൾഫ് റീജിയനിൽ. So I've got some prestigious award. Are the notable awards of Forbes. Forbes is a very recognizable. So the first award I got, I was in the top 30 among the global leaders of Fortune 500 companies. Because Toshiba's turnover touched at that time in 2012 to $500 million, which is a remarkable achievement. So among the global Fortune 500 companies, I was ranked about 30, within the top 30. So I got an award for that. And top business leaders among the Indian professionals. So Adilum, I was ranked among the top 25. So that was a notable achievement. Apart from that, industry recognition kittittundu. IT industry award awards as an individual and for the company I was able to get. തോഷിബയുടെയും സാറിൻ്റെയും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? See, ഇപ്പം company നോക്കുമ്പം you have corporate social responsibility. I believe അതുപോലെ തന്നെ we should have a personal social responsibility. Because if you have learned a lot through your company, through your experience, it's better to give it to the community. Yes. Because ഞങ്ങളുടെ companyയുടെ tagline also is basically to supporting the human community, right? Yes. A commitment to the people, committed to the future. So the same thing, I am also committed to enhancing the lives of the people. So wherever there is a need or my role plays importance, so I really support that. സാറിൻ്റെ നെക്സ്റ്റ് ഗോൾ എന്താണ്? ഇനി അടുത്ത അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് കമ്പനി പൈസ അല്ലാതെ പേഴ്സണലായിട്ട് എന്തായാലും? ഈ പേഴ്സണലായിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 21 years ആയി. സോ ഐ ഹാവ് സീൻ ഇപ്പം ഒരുപാട് പേര് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. The thing which I have seen is ഇപ്പം നമ്മുടെ Indians always we are a bit shy. Yeah, we are not very open. Yeah. But my interest is to develop that, change that attitude among the younger generation who are coming to the Gulf. Because in Gulf, if you take Dubai alone, there are 125 nationalities. Yes, and that individual has to compete with the 125 nationalities. So if you are shy, if you have an inhibition of talking fluent English, or if you are thinking, if I be very assertive, or what will people think? So we always settle down for a lower thing. So my thing is to train this younger generation of people who are coming for job, to make them employable into the Gulf thing, so that they don't settle down for a lower level job, they step up to a higher level job. Hello. Sir, in the company, എത്ര പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, employees? Toshiba globally around 120,000 employees. ഇവിടെ Middle East about 70 people work ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് various division ഉണ്ട്. But total strength is about 70. Based out of Dubai. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 മുതൽ 9 മണി വരെ സംരക്ഷണം ചെയ്യുന്ന ഈ പ്രതിവാര പരിപാടിയിൽ കലാസാംസ്കാരിക, സാഹിത്യ, സിനിമ, ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യവസായ, വാണിജ്യ, രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും വീക്ഷണങ്ങളിലൂടെയും ഒരു യാത്രയാണ് വിജയരഥം. സാറിൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് എന്തൊക്കെ നേട്ടങ്ങളാണ് ചെയ്യാൻ പറ്റിയത്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ I am associated with a lot of associations. അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് we do really a lot of activities to enhance enhance the life of the people who are working there. ഇപ്പം ഇവിടെ I am also very actively involved with the Dubai Computer Association. അപ്പോൾ all computer businessൻ്റെ ഒരു ഗ്രൂപ്പായത്. സോ അവിടെയുള്ള സെയിൽസ് ആൾക്കാർ ഓക്കെ അവർ മിക്കവാറും എൻട്രി ലെവൽ ജോബ്സിനാണ് വരുന്നത്. പക്ഷെ അവർ ജോലി കയറിയാൽ ദേ ഓൾവേസ് സ്റ്റേ ഇൻ ദാറ്റ് പൊസിഷൻ. അവർക്കൊരു അംബിഷൻ ഇല്ല മുന്നോട്ട് വരണമെന്ന്. ചിലപ്പോൾ ഉണ്ടായിരിക്കും, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് ആൻഡ് കം അപ്പ് ഇൻ ദ ലൈഫ്. സോ ഐ എം അസോസിയേറ്റഡ് വിത്ത് ദിസ് അസോസിയേഷൻ. അവരുടെ കൂടെ ചേർന്ന് വി ആർ വർക്കിംഗ് ഹൗ ടു എൻഹാൻസ് ദ വർക്ക് കൾച്ചർ, ഹൗ ടു മേക്ക് ദം മോർ പ്രൊആക്റ്റീവ്, ഹൗ ടു മേക്ക് ദം മോർ ഇന്നോവേറ്റീവ് in their work style. So there's a concept called self-leadership. ഞാൻ നേരത്തെ അത് ബിലീവ് ചെയ്തിട്ടുണ്ട്. Because every individual should have that concept of self-leadership. ഇപ്പോൾ ഒരു കമ്പനി ചേർന്ന് ആരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ച്
vice president, general manager or vice president ആക്കാൻ പോകുന്നില്ല. So unless you develop that concept of self-leadership, you cannot come up in any corporate world, even in normal life. So the concept of self-leadership എന്ന് വെച്ചാൽ we develop ourselves as a leader, right? അത് എങ്ങനെയാണ് ഒക്കുന്നത്? Because there is, I have 5 basic principles. It's called 5 C's for self-leadership. One is basically connect. ഇപ്പം നമ്മൾ കൊച്ചിലെ നോക്കുമ്പം നമ്മൾ പഠിക്കുമ്പം we connect to certain leaders, certain individuals. ഇപ്പോൾ ആൾക്കാർക്ക് മിക്കവാറും ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിയാൽ they like to connect with Steve Jobs or a cricketer like Virat Kohli or some footballer. പക്ഷെ അങ്ങനെ കണക്ട് ചെയ്താൽ എല്ലാവർക്കും സ്റ്റീവ് ജോബ്സ് ആകാൻ നോക്കത്തില്ല, എല്ലാവർക്കും വിരാട് കോഹ്ലി ആണ്. പക്ഷെ വി ഹാവ് ടു ലുക്ക് അറ്റ് പീപ്പിൾ ഹു ഹാവ് ഇൻഫ്ലുവൻസ്ഡ് അവർ ലൈഫ്. ഇപ്പം നോക്കിയാൽ പേരൻസ് ദ ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ യുവർ ലൈഫ്. അവർ മേ ബി ദേ ആർ നോട്ട് വെരി സക്സസ്ഫുൾ, ബട്ട് ദ വേ ദേ ടേക്ക് ദ ഡിസിഷൻസ് ദേ ഹെൽപ്പ് യു ഇൻ ടു ഷേപ്പിംഗ് അപ്പ് ആസ് എ ഇൻഡിവിജ്വൽ. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ്, പിന്നെ നിങ്ങളുടെ ബോസസ്, ജോലി ചെയ്യുന്ന ബോസസോ with your colleagues who are really influenced. Otherwise, we have to draw a right connect. That's very important. Pinna adutha, we have to have a character. For a leader, we have to have a good character. I mean, if you are a controversial character, your entire struggle is, or your entire ambition is completely gone. So, a character is very important. Pinna nokkuna contextual thinking. Ipo oru karyam nammal vaayikumbam, how can we relate that thing to your life or to your job? That is very important. That is, if a Japanese company നോക്കിയാൽ ഏതൊരു കാര്യം ചെയ്താലും who, where, what, when and how ഒരു ഇത് നോക്കിയിട്ട് അത് ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് മാറ്റിയിട്ട് they are able to make a decision. So that we have to apply into our thing. ഇപ്പം ഒരു കാര്യം there is some controversy which is happening. We have to analyze that in a proper way and come out with a proper solution which you can communicate with. So after the contextual thinking, good communication skill. Ipo namakku ella ariyam, but we don't know to communicate. If you don't know how to talk and communicate, that's a big drawback. So this is the problem with most of our Indians. We are always number 2, right? Oru company nokia always and the finance head or Indian ariyum and operation head Indian ariyum, but and the CEO or vice president or there is no Indians. Because that is we are a bit shy to communicate ourselves. So what you know, you have to communicate properly. In a അഞ്ചാമത്തെ ഇത് is change. Because ഞാൻ ബിലീവ് ചെയ്യുന്ന if you always എപ്പോഴും ഒരു കാര്യം തന്നെ ചെയ്താൽ എപ്പോഴും രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോയിട്ട് വൈകിട്ട് 6 മണിക്ക് വന്നാൽ life is monotonous. You have to look for change. How you can develop that and change, do different things in a different way. So this is the concept of self-leadership which I really propose to all the people to come up with the concept of self-leadership. Sir, parents in the parents in the details on the parents and the parents ഞാൻ പറഞ്ഞ പോലെ ചെന്നൈയിലായിരുന്നു. So my father was working in Indian Airlines as a finance manager for Indian Airlines, responsible for the southern region. And mother ആദ്യം ടീച്ചർ ആയിരുന്നു, പിന്നെ she was a homemaker. എൻ്റെ ഫാദറിൻ്റെ പേര് KV Varghese, മദറിൻ്റെ പേര് Susan Varghese ആയിരുന്നു. Now I have one brother, പുള്ളി ട്രിവാൻഡ്രത്ത്, he is working in Air India now. So he is now settled in Trivandrum. So my parents, they are in Kerala, then they go to Chennai. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്തുകൊണ്ടിരിക്കും. സാറിൻ്റെ കമ്പനി നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങൾ എല്ലാ വലിയ കമ്പനിക്കും ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തോഷിബ ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ്. ഇപ്പം മിഡിൽ ഈസ്റ്റ് ഇവിടെ ഈ റീജിയനിൽ നോക്കുവാണെങ്കിൽ വി ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദുബായ് ഓട്ടിസം ദുബായ് കെയർ. സോ അവിടെ ഞങ്ങൾ ഈ ഡിജിറ്റൽ ടെക്നോളജി ഓട്ടിസം പിള്ളേർക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വി സെറ്റ് അപ്പ് എ ലാബ് ഫോർ ദം. അവർക്ക് ഈ സം ഓഫ് ദം ആർ വെരി ടാലൻറ്റഡ്. അപ്പോൾ അവർക്ക് ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഉള്ള ഫെസിലിറ്റീസും അതും ഒക്കെ ചെയ്യുന്നു. ദെൻ വി സപ്പോർട്ട് വിത്ത് വീൽ ചെയർ, സം അതർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. സോ അത് 2-3 വർഷമായിട്ട് വി ആർ ബീങ് കണ്ടിന്യൂയിങ് ദാറ്റ്. ദുബായ് ഓട്ടിസം സെൻറ്റർ, വി ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദാറ്റ്. ഈ തോഷിബ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിലെ തൊഴിലാളികൾക്ക്, തൊഴിലന്വേഷകർക്ക് എന്തെങ്കിലും സാറിന് ചെയ്യാൻ പറ്റാറുണ്ട്? ഇപ്പം അവിടുത്തെ തോഷിബ ഇസ് അണ്ടർ തോഷിബ ഇന്ത്യ. സോ വി കനോട്ട് ഡു മച്ച് ചെയ്യാൻ നോക്കുക. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പം എൻ്റെ കൂടെ ദർ ആർ അബൌട്ട് 5-6 Malayalis വർക്കിംഗ് വിത്ത് മീ. സോ ദേ ആർ ഓൾസോ കമ്മിങ് അപ്പ് in their career after working along with me in Toshiba.
So anganta support, and like I said, I want to make a cultural change in people coming for job in this part of the world. How to prepare them to face the new kind of work culture in this part of the world. Then the wife Suramya Varghese, then the daughter Vinita Susan Varghese, and then the younger son Vivian Santosh Varghese. പിന്നെ വേറെ മൂത്ത ആളുണ്ട്, പുള്ളി US-ലാണ് ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ പുള്ളി അടുത്ത മാസം ഇവിടെ വരും. സാറിൻ്റെ ഈ തിരക്കട്ട ബിസിനസ് ജീവിതത്തിൽ മാഡത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയും ബിസിനസ്സും നന്നായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വീക്കെൻഡ് വരുമ്പോഴത്തേക്കും കുട്ടികളുടെ കൂടെ എല്ലാവരും കൂടെ ടെന്നീസ് കളിക്കാൻ പോവുക, അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോവുക, അങ്ങനെ പാർക്കുകളിൽ പോവുക, അങ്ങനെ ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ പിള്ളേരുടെ പഠിത്തം മീൻസ് ഇനി ഹയർ സ്റ്റഡീസ് അതൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നു. ഭക്ഷണ കാര്യങ്ങളിൽ എങ്ങനെയാണ്? അദ്ദേഹത്തിന് എല്ലാ ഫുഡുകളും വളരെ ഇഷ്ടമാണ്. നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാടൻ ഫുഡായാലും കോണ്ടിനെൻ്റൽ ഫുഡാണെങ്കിലും നന്നായി കഴിക്കും. അപ്പോൾ വീട്ടിൽ കൂടുതലും നാടൻ ഫുഡിനോടാണ് ഇഷ്ടം. അപ്പം നമ്മൾ ഫ്രൈഡേ നല്ല കേരളീയ രീതിയിൽ തന്നെ നല്ലൊരു ലഞ്ചാണ് കഴിക്കുക. അതെല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കും. മാഡത്തിൻ്റെ ഈ കുടുംബത്തിൽ ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻജിനീയറാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി വായിക്കാനും ടെക്നിക്കൽ കാര്യങ്ങൾ ഇങ്ങനെ നല്ല മലയാളത്തിൽ എഴുതാനും എനിക്കിഷ്ടമാണ്. ഒരു ബ്ലോഗ് മാതിരി ടെക്നിക്കൽ തിങ്സ് എഴുതാറുണ്ട്. പിന്നെ വായിക്കുക, എഴുതുക, കുക്കിംഗ്. ഇപ്പം നമ്മുടെ നാടൻ ഫുഡും ഈ കോണ്ടിനെൻ്റൽ ഫുഡും കൂടെ ഒരു നാടൻ സ്റ്റൈലിലേക്ക് മിക്സ് ചെയ്തുണ്ടാക്കാനും ഞാനപ്പോൾ റെസിപ്പികളൊക്കെ കണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട്. ഈ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എഴുത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് മാഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് ഏതെങ്കിലും മാഗസീനിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്? ഈ അടുത്ത ഇടയ്ക്ക് ഒരു മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. അതുപോലെ തന്നെ അപ്പം ക്ലബ് FM-ൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഈ ക്ലബ് FM-ൽ പോയി എന്ന് പറഞ്ഞു എന്തിനെ കുറിച്ചായിരുന്നു? അതായത് മൂത്ത മകൻ പഠിക്കുന്നത് സിയാറ്റിലാണ്. അപ്പം മകനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ പുതിയൊരു ഷോപ്പിംഗ് ടെക്നോളജി, അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ആമസോൺ ഗോ എന്നൊരു ഷോപ്പുണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. കേരളത്തിലൊന്നും ആദ്യം അറിഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മളൊരു ബ്ലോഗ് എഴുതി, ഒരു ആർട്ടിക്കിൾ എഴുതി. അതിനെക്കുറിച്ചാണ് ലേറ്റസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഹായ് വിനീത, അച്ഛൻ തിരക്കിനിടയിൽ മോളെ എങ്ങനെയാണ് പഠനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്? All the college classes he always talks about it and what is good and future plans and all that we discuss regularly so he gives advice on that. In our free times we usually go for tennis, or we go to the park, or we go watch a movie like that, and we go to restaurants and eat, and that time no one's allowed to use their phone, so we can actually talk. വിവിയൻ, നമസ്കാരം. എങ്ങനെയാണ് മോനെ അച്ഛൻ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നത്? When he's here in Dubai, we go and play sports, or we watch news, then discuss about it, and then every year we go for family vacations and spend good time. കൈരളി പീപ്പിൾ TV വരുന്ന വിജയരഥം പരിപാടിക്ക് എൻ്റെ ആശംസകൾ.